കഴിഞ്ഞ ഫെബ്രുവരിയിൽ വലിയ ആഘോഷങ്ങളോടെ തുടങ്ങിയ ഭാരത് ടാക്സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? യൂബറിനും ഒലയ്ക്കും പകരക്കാരനാകുമെന്ന് കരുതി 7 ലക്ഷത്തോളം ഡ്രൈവർമാരാണ് ആദ്യ 5 മാസം കൊണ്ട് തന്നെ ഈ ആപ്പിൽ ആവേശത്തോടെ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഭാരത് ടാക്സി ഡ്രൈവർമാർക്ക് ഇൻസെന്റീവായി നൽകുന്നത് പണത്തിന് പകരം അമൂൽ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള അരിയും ആട്ടയും പരിപ്പുമാണ്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ സ്വന്തമായി വാങ്ങാൻ അറിയാം, ഞങ്ങൾക്ക് ക്യാഷ് ആണ് വേണ്ടത് എന്ന് ഡ്രൈവർമാർ തുറന്നടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. യൂബറിനെയും ഒലയെയും തകർക്കാൻ വന്ന ഭാരത് ടാക്സിക്ക് ശരിക്കും വഴിതെറ്റിയോ? എന്തുകൊണ്ടാണ് ഡ്രൈവർമാർ വീണ്ടും യൂബറിലേക്ക് തന്നെ തിരികെ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. ഭാരത് ടാക്സി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആവശ്യത്തിന് ഓട്ടം കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. യൂബറിൽ ഒരു ദിവസം ശരാശരി 15 ഓട്ടം ലഭിക്കുന്ന ഡ്രൈവർക്ക് ഭാരത് ടാക്സിയിൽ നിന്ന് കിട്ടുന്നത് വെറും 2-3 ഓട്ടം മാത്രമാണ്. ഓട്ടം കുറവായത് കൊണ്ട് തന്നെ ആപ്പ് ഫോണിലുണ്ടെങ്കിലും ജീവിക്കാൻ ഡ്രൈവർമാർക്ക് ഇപ്പോഴും മറ്റ് സ്വകാര്യ കുത്തക ആപ്പുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഭാരത് ടാക്സി വിപണിയിൽ വന്നിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വർഷങ്ങളായി ഇവിടെ വേരുറപ്പിച്ച വമ്പൻ കോർപ്പറേറ്റുകളോട് ഒറ്റയടിക്ക് മത്സരിച്ച് ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. യൂബറും ഒലയും തങ്ങളുടെ മാർക്കറ്റ് പിടിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് പരസ്യങ്ങൾക്കായി മാത്രം ഒഴുക്കുന്നത്. എന്നാൽ ഭാരത് ടാക്സി ഒരു സർക്കാർ സഹകരണ സംരംഭമായതുകൊണ്ട് തന്നെ അത്തരം കോടികൾ മുടക്കിയുള്ള വമ്പൻ പരസ്യ ക്യാമ്പയിനുകൾക്ക് ഭാരത് ടാക്സിക്ക് പരിമിതികളുണ്ട്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഈ സംവിധാനം വളരേണ്ടത്. ആളുകൾ ഈ പുതിയ ആപ്പിനെ കുറിച്ച് പതിയെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പരസ്യങ്ങളുടെ പിൻബലമില്ലാത്ത ഈ ജനകീയ സംരംഭത്തെ നെഞ്ചിലേറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ യാത്രക്കാർ കൂടുതലായി ഭാരത് ടാക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഡ്രൈവർമാർക്ക് കൂടുതൽ ഓട്ടം ലഭിക്കുകയുള്ളൂ. കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണത്തിൽ നിന്ന് നമ്മുടെ ഡ്രൈവർമാർക്ക് പൂർണ്ണ മോചനം ലഭിക്കണമെങ്കിൽ ഭാരത് ടാക്സിക്ക് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണ അനിവാര്യമാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഭാരത് ടാക്സി ഓടുന്ന ഡ്രൈവർമാർ നേരിടുന്നുണ്ട്. സ്വകാര്യ ആപ്പുകൾ വഴി ഓടുമ്പോൾ ഡ്രൈവർമാർക്ക് 1 കിലോമീറ്ററിന് 14 മുതൽ 18 വരെ കിട്ടുമ്പോൾ ഭാരത് ടാക്സിയിൽ ഇത് വെറും 10 മുതൽ 12 വരെയാണ്. ടോൾ, എയർപോർട്ട് പാർക്കിംഗ് എന്നിവ നൽകാൻ ഭാരത് ടാക്സിക്ക് സ്വന്തമായി ഡിജിറ്റൽ വാലറ്റുകൾ ഇല്ലാത്തതും യാത്രക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് വണ്ടികൾ കിട്ടാത്തതും ഭാരത് ടാക്സിയുടെ വലിയ പോരായ്മയാണ്. ഭാരത് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് ഈടാക്കുന്ന വെറും 50 രൂപയുടെ പ്രതിദിന ഫീസ്, അല്ലെങ്കിൽ ഒരു ഓട്ടത്തിന് 10 രൂപ മാത്രമാണ്. 3 വീലറുകൾക്ക് 5 രൂപയാണ് ഫീസ്. ഇന്ത്യയിലെ പ്രമുഖ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ഇൻഫോടോക്കിയോ വഴി 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും കമ്പനി നൽകുന്നുണ്ട്. എല്ലാറ്റിലും ഉപരി ഇതിലെ ഏറ്റവും വലിയ ആകർഷണം ഡ്രൈവർമാരുടെ പങ്കാളിത്തമാണ്. ഒരു ഡ്രൈവർക്ക് 100 രൂപ വീതം നൽകി പരമാവധി 5 ഷെയറുകൾ വാങ്ങി ഭാരത് ടാക്സിയുടെ പങ്കാളികളാകാം. ഭാവിയിൽ കമ്പനിയുടെ ലാഭത്തിന്റെ 20% മാത്രം പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് ബാക്കി വരുന്ന 80% ലാഭവും ഡ്രൈവർമാർക്ക് തന്നെ തിരിച്ചു നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നിർഭാഗ്യവശാൽ ഈ വലിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഭൂരിപക്ഷം ഡ്രൈവർമാർക്ക് വലിയ അറിവില്ല എന്നതാണ് സത്യം. 2027ഓടെ ഇന്ത്യയിലെ 100 നഗരങ്ങളിലേക്ക് കൂടി ഭാരത് ടാക്സി വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ പ്ലാൻ. ലക്ഷക്കണക്കിന് ഡ്രൈവർമാരെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ വിജയമാണെങ്കിലും അവരെ നിലനിർത്തണമെങ്കിൽ അവർക്ക് തുടർച്ചയായ ഓട്ടം ലഭിക്കണം. യാത്രക്കാർ കോർപ്പറേറ്റ് ആപ്പുകളിൽ നിന്ന് ഭാരത് ടാക്സിയിലേക്ക് മാറിയാൽ മാത്രമേ ഇത് സാധ്യമാകൂ.